കണ്ട അവര് പമ്മി പമ്മി വരുന്നണ്ട. മറ്റുള്ള നോക്കിയമ്മ എന്തൊരു പൂത്തിരിയും കൊണ്ടുവരണോ? അവന്റെ എന്തൊരു പടക്കം ഇരിക്കുന്നത്. അവര് മറ്റേ പൊട്ടിക്കുന്ന സാധനം കണ്ട. മൂന്നിനോട് നൈസിന് വന്ന് ബെല്ല് അടിച്ച് ഇതാക്കുക. ഓ ഒളിച്ചിരിക്കണ്. ഇവിടെ നിൽക്കണ പയ്യ കയറി തന്നെ. പക്ഷെ ഞാൻ ആളുടെ ജനലിലേക്ക് കൂടെ കണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ നമ്മൾ ഈ ജനലിങ്ങനെ നേരായക്കൊണ്ടേ. പക്ഷേ ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഈ സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കൈയിരിക്കുന്നത് ഞാൻ കണ്ടില്ല. എന്റെ മോനെ ഇമ്മാതിരി പണിയാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഞാൻ നിങ്ങൾ ചെറുതായിട്ട് കണ്ടായിരുന്നു കയറി വന്നപ്പോ. ഈ തെണ്ടി ഉനൈസേ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടോട്ടാ. ഇവൻ കുറച്ച് മുമ്പേ വിളിച്ചിട്ടേ വണ്ടി എടുക്കാൻ പോകണം നോക്കണോന്നൊക്കെ പറഞ്ഞിട്ട് വന്നാണ് എന്റെ മോനെ. അല്ല മതി 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 ആരെ ബർത്ത്ഡേ ആരെ ബർത്ത്ഡേ ആരെ ബർത്ത്ഡേ ആരെ ബർത്ത്ഡേ ഇനിയിപ്പോ കുളിക്കണ്ടല്ലോ അല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞ്? ഗൈസ് 1K അടിച്ചതിന് ചെക്കന്മാർ സർപ്രൈസ് വന്നതാണ് ഗൈസ്. എടാ ഇഞ്ഞ സത്യമായിട്ടും നിനക്ക് ഇതിനുള്ള പണി ചെയ്യാത്തള്ളോളാ കേട്ടാ. എടാ ഉനൈസേ ഇത്രയും വിചാരിച്ചില്ല കേട്ടാ. എന്റെ അവസ്ഥ നോക്കിയാണ്. എന്തായാലും ഞാനേ ഈ കുളിക്കാൻ കയറാൻ പോയാണ്. കുളിക്കാത്ത ഭാഗ്യം, എന്തോ ഭാഗ്യത്തിൽ കുളിച്ചില്ല. അല്ല എൻ്റെ അടുത്ത് പറഞ്ഞമ്മ വണ്ടി എടുക്കാൻ പോണ്, ഉനൈസിന് വണ്ടി എടുക്കാൻ പോകണം, നാളെ അങ്ങോട്ട് പോകാം, വീട്ടിൽ ഉണ്ടാന്ന് ചോദിച്ച്. എന്നിട്ടാണ് ഈ പരിപാടി കാണിച്ചത്. ഉമ്മാന്റെ വീട് മൊത്തം ഇതാക്കിയിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഫുള്ള് ഉനൈസ് മുങ്ങിയേട്ടാ. ഇവിടെ ഫുള്ള് തീർച്ചയായിട്ട്. എടാ എന്തുവാണ് ഇതൊക്കെ? അടാ ഇതൊന്നും വേണ്ടേന്നടാ. എന്റെ പൊന്ന് തങ്കു എന്താണ് അതൊന്നും വേണ്ടത്? മോനെ നോക്കിയ കൺഗ്രാജുലേഷൻ മച്ചാൻ 1K. എടാ ഇതിനൊക്കെ വേണമായിരുന്നു. നമുക്കൊരു ഇതൊക്കെ 1 lakh അടിച്ചിട്ട് എടുത്താൽ പോലെയിരുന്നാ. അപ്പോൾ കാര്യം നമുക്ക് എന്തായാലും ചെക്കന്മാർ കൊണ്ടുവന്ന് കേക്ക് പറയും. എമ്മാര് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനൊന്ന് തമിഴ്നാട്ടിൽ പോലുള്ള പരിപാടിയായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം വിളിച്ചിട്ട് ചോദിച്ച് അവിടെ വീട്ടിൽ ഉണ്ടാ തക്ക വണ്ടി എടുക്കാൻ പോകാനാണ്. അപ്പം ഇല്ല ഇപ്പം വീട്ടിൽ ഉണ്ടോ, നാളെ പോവാം, ഇപ്പം ഇവിടെ കാണില്ലെന്ന് പറഞ്ഞു. നമ്മളെ ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മൾ ആഘോഷിക്കണം. ഞാൻ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ അല്ലേ നമ്മളെ ജീവിതം. അപ്പം മുറിക്കാൻ പോവുകയാണെ. കമോ കേക്ക് മുറിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് കൂടെ ഉള്ള കേക്കാണ്. അയ്യോ വിറയില് പേടിച്ചു പോയി. മറ്റേ ഇത് പൊട്ടിച്ചപ്പം പേടിച്ചു പോയില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ. പൊട്ടി. ഈ കൈ വിറയ്ക്കുന്നു. ഇത് പൊട്ടിയെന്ന് അറിഞ്ഞില്ല ഫസ്റ്റ്. ഉമ്മ കൊടുക്കാം. നീ മെയിനാണ്. നീ അല്ലേ സൂപ്പർ അടിപൊളി കേക്ക് കേട്ടോ. ഉമ്മച്ചിയാണ് ഇറങ്ങി വരുമെന്ന് വേണ്ട. ഉമ്മച്ചി ഒന്ന് പൊട്ടിച്ചെങ്കിൽ അപ്പോഴേ എടുത്തിട്ട് വണ്ടിയിലിട്ട് ആശുപത്രി കൊണ്ടുപോയായിരുന്നു. ഞാൻ പൊട്ടി കരയട്ടാടാ. ഞാൻ പൊട്ടി കരയട്ടാ. പാണ്ടിയിൽ പെണ്ണ് കാണാൻ പോണം. എൻ്റെ കല്യാണമായി ആടാ. എൻ്റെ കല്യാണമായിടാ. പാണ്ടിയിൽ നിന്ന് പെണ്ണ്. ഇത് നോക്കിയാട്ടെ ഇവിടെ മൊത്തമായി കേട്ടോ. എന്നാലും ഞാൻ ഇപ്പം കഴുകിയിട്ട വണ്ടിയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് കഴുകിയിട്ടിട്ട് അതിൻ്റെ ബോളിൽ നോക്കിയാണ് മറ്റേ പൂ വെച്ചേക്കിരിക്കണം. എന്തോ ഞാൻ താണ്ട് പ്രഷർ പമ്പ് എടുത്തുകൊണ്ട് വന്ന് മൊത്തം കഴുകിയതാണ്. ഞാൻ കഷ്ടപ്പെട്ട് പ്രഷർ പമ്പ് എടുത്തുകൊണ്ട് വന്ന് കഴുകിയതാണ്. അല്ലടാ ഇത് ഇവിടെ നിന്ന് ഇമാതിരി ഒരു വരവ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. വേറെ ലെവല്. ഇമാതിരി ഒരു ഹാപ്പിനെസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിപൊളി കേട്ടോ. സൂപ്പർ. താങ്ക് യു ഗൈസ്. താങ്ക് യു. കഴിക്കാനായിട്ട് കേക്ക് കൊള്ളാവോ? നീ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. കേക്കിൻ്റെ കാര്യമല്ല. 1K അടിച്ചറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിഞ്ഞ്? അയ്യോ ഒരു പൊടിപ്പുള്ള സൈക്കിൾ ഓടണം. എന്താ ആണ് നമ്മളെ വണ്ടിയുടെ ടെക്നീഷ്യൻ ആണ്. കണ്ടില്ലേ? കൊല്ലു ഉണ്ടോ അതിനകത്തുണ്ടെന്ന് വെള്ളം കൊണ്ട്. വണ്ടിയുടെ മാസ്റ്ററാണ്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കണമെന്നേ പറയുള്ളൂ. പക്ഷേ ടോറസ് ലോറിയൊക്കെയാണ് ഓടിക്കുന്നത്. ഇതൊക്കെ ഒരു വിരലിൽ കൊണ്ടു നടക്കുമ്പോൾ ചെറുക്കനാണ്. എടുത്ത് ചവിട്ടി വയ്ക്കാൻ എങ്ങനെയുണ്ട്? സെറ്റ് സൈക്കിളല്ലേ?
വെയിറ്റ് കുറവാണ്. അത് ഈ ടയറിന് മാത്രമേ ആകെ വെയിറ്റ് ഉള്ളൂ. എല്ലാരും തൂത്ത് വാരി ഇട്ടിട്ട് പോയാ മതി. ഓ ഞാനല്ലമ്മ ഉമ്മാരൊക്കെ അല്ലേ. എങ്ങനെയുണ്ടോ സൈക്കിള്?